ശ്രീ VPP മുസ്തഫ, MP രാജേഷ് പറയുന്നത് ഇത് പൊതുജനങ്ങൾ സംഘടിച്ചെത്തി പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. അത് പാർട്ടി പ്രവർത്തകരാണ് FIR ഉണ്ടായിരുന്നത്. അത് അന്ന് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിരുന്നപ്പോൾ പോലും അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് സ്വീകരണം നൽകിയത് പാർട്ടിക്കാരാണ്. മുഖ്യമന്ത്രി ഈ പറയുന്ന ഞാൻ ചോദിക്കുന്നത്, കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളെ തള്ളി പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നത് ഒരു ചോദ്യം. രണ്ടാമത്തേത്, ഈ ഗോപികൃഷ്ണന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റ് അത് അങ്ങും കണ്ടിട്ടുണ്ടായിരിക്കണം. എത്രമാത്രം പ്രകോപനപരമാണ്. ഒരു സ്ഥലത്ത് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് കാണൂ എന്നുള്ള വെല്ലുവിളിയാണ്. അത് രാഷ്ട്രീയമായി പ്രതിഷേധം നടത്തുന്നവർക്ക് ഏറ്റെടുക്കാൻ തോന്നുന്നതാണ്. അപ്പോൾ അതൊരു കലാപാഹ്വാനമാണ്. ഇതൊക്കെ ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ്, രാഷ്ട്രീയക്കാരല്ല എന്നുള്ളത് ഗൗരവകരമാണ്. അത് നടപടി അർഹിക്കാത്തൊരു കാര്യമാണോ? മുഖ്യമന്ത്രി വസ്തുതകളാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുകയാണ്. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നു, വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം മറുപടി പറയുന്നു. നേരത്തെ ഇവരുടെയൊക്കെ ചിലരുടെ ആക്ഷേപം എന്തായിരുന്നു? മുഖ്യമന്ത്രി വെറുതെ എഴുതി വായിക്കാറുള്ളതാണ്, മറ്റാരെങ്കിലും എഴുതി കൊടുക്കുന്നത് വന്ന് പറയാറുള്ളതാണ്. എന്നാൽ ഈ ഇത്രയും ദിവസം നമ്മൾ കാണുന്നത് എന്താ? മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നേരെ മറുപടി പറയുകയാണ്. ആരും എഴുതി കൊടുത്തതല്ലല്ലോ. അപ്പൊ ഈ മുഖ്യമന്ത്രിയെ മോശമാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളെ കുറിച്ചും ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ചിലരെല്ലാം ആക്ഷേപിച്ചിരുന്നത് കാണാമല്ലോ. എന്നാൽ ഇപ്പൊ 10-20 ദിവസം, ഏതാണ്ട് ഒരു മാസമായിട്ട് നമ്മൾ കണ്ടല്ലോ എത്ര കൃത്യമായിട്ടാണ് ഓരോ കാര്യത്തെയും അദ്ദേഹം വസ്തുതാപരമായിട്ട് തന്നെ വിശദീകരിക്കുന്നത്. ഇവിടെ ജോസഫ് സി മാത്യു തന്നെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി. ശരിയല്ലേ? മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി. അപ്പൊ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയപ്പോൾ അദ്ദേഹം കണ്ട കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. അത് തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത്, ഞാൻ കണ്ട കാര്യം. അതിനുശേഷമാണ് മറ്റു സംഭവങ്ങൾ. അത് മുഖ്യമന്ത്രി കണ്ടതല്ല. അതെങ്ങനെയാ കളവായിട്ട് പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി കഴിയുക? മുഖ്യമന്ത്രി വസ്തു തന്നെയല്ലേ പറഞ്ഞത്. അങ്ങനെ കണ്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അവിടെ നടന്ന സംഭവങ്ങൾ അതിനുശേഷമുള്ളതാണ്. ഇത് തന്നെയാണ്. എനിക്ക് ആ പത്രസമ്മേളനം നല്ല ഓർമ്മയുണ്ട്. അതിൽ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് രക്ഷാപ്രവർത്തനമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനുശേഷം മർദ്ദനമുണ്ടായല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത്, ഒരു മറുപടിയും പറയുന്നില്ല. അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ അദ്ദേഹം പറയണം അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതിൽ കേസെടുത്തിട്ടുണ്ട്, അതിൽ ഈ പറയുന്ന കേസെടുത്തിട്ടുണ്ട്, അത് കുറ്റകരമായ കേസാണ് എടുത്തിരിക്കുന്നത്. ആ കേസ് എടുത്തിരിക്കുന്ന FIR-ൽ എഴുതിയിരിക്കുന്ന വകുപ്പുകൾ ഉള്ളപ്പോൾ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആഭ്യന്തരമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് കേരള പോലീസ് വകുപ്പിട്ട് കേസെടുക്കുന്നത്? ഒരു സെക്കൻഡ്, അദ്ദേഹം കണ്ടത് രക്ഷാപ്രവർത്തനം ശേഷം അങ്ങ് സമ്മതിച്ചാണോ ശ്രീ VPP മുസ്തഫ? ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ ശ്രീ VPP മുസ്തഫ, ഒന്ന് വഴങ്ങുമോ? ഓ, ഒരു തർക്കവുമില്ല. ശ്രീ VPP മാധു, അന്ന് അദ്ദേഹം പറഞ്ഞത് കണ്ടില്ല എന്നല്ല. അദ്ദേഹം ആ രക്ഷാപ്രവർത്തനം എന്ന ഒരു വിവരക്കേട് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞത് എൻ്റെ കൺമുന്നിലല്ലേ നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. കണ്ടില്ലെന്നല്ല പറഞ്ഞത്, എൻ്റെ കൺമുന്നിലാണ് നടക്കുന്നത്, അത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്നാണ് പറഞ്ഞത്. കണ്ടു എന്നാ പറഞ്ഞു. അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഒരു വിവരക്കേടുമല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വണ്ടി കടന്നു പോകുമ്പോൾ ആ വണ്ടിക്ക് മുന്നിലേക്ക് ചാടാൻ ശ്രമിച്ചവരെ പിറകിൽ നിന്ന് പിടിച്ചു മാറ്റുന്ന, അവരുടെ ചേർത്ത് പിടിച്ചു മാറ്റുന്ന രംഗമാണ് മുഖ്യമന്ത്രി കണ്ടത്. അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം കണ്ട രംഗം വണ്ടിക്ക് മുന്നിൽ ചാടുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിൽ നിന്ന് തടയുന്ന പ്രവർത്തനം തന്നെയാണ്. അദ്ദേഹത്തിന്റെ വണ്ടി കടന്നുപോയതിനു ശേഷമാണ് നിങ്ങൾ ഇവിടെ പറയുന്ന തരത്തിലുള്ള അക്രമം നടന്നിട്ടുള്ളത്. ആ അക്രമത്തിനെതിരെ താങ്കൾ കൊടുത്ത ആക്രമത്തിനിരയായ ആളുകൾ കൊടുത്ത പരാതി അനുസരിച്ച് നിയമപ്രകാരമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊരു പക്ഷഭേദവും കാണിച്ചിട്ടില്ല. ഇതാണ് കേരളം. അങ്ങനെയേ കേരളത്തിലെ സർക്കാർ പെരുമാറുകയുള്ളൂ. പക്ഷെ നിങ്ങളുടെ കാര്യം എന്താ? നിങ്ങളുടെ നിരാശയാണ്. മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും എനിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ? കരിങ്കൊടി കാണിക്കുന്ന സമരം പാടില്ല എന്ന് പറഞ്ഞോ? ഇതിനെക്കുറിച്ച് വിവിധ ദിവസങ്ങളിൽ ആവർത്തിച്ചുള്ള ചോദ്യം അദ്ദേഹത്തോടുണ്ടായില്ലേ? അദ്ദേഹം പറഞ്ഞതെന്താ? കരിങ്കൊടി സമരം നടക്കട്ടെ, ഞങ്ങൾ അതിനെ തടയില്ല എന്ന് തന്നെയല്ലേ? എത്രയും ക്ലിപ്പുകൾ നിങ്ങൾക്ക് ലഭ്യമല്ലേ?
ഇപ്പൊ കാണിച്ചതുപോലെ ഒരു ക്ലിപ്പ് ആ മറുപടിയുടേതും കൂടി കാണിക്കൂ മാധു. മുഖ്യമന്ത്രി പറയുന്നത് കരിങ്കൊടി സമരത്തെ തടയില്ല, കരിങ്കൊടി സമരം തടക്കട്ടെ. ഇന്നലെയും മുഖ്യമന്ത്രി പ്രസംഗിച്ചില്ലേ, അങ്ങനെ കരിങ്കൊടി സമരം ചെയ്യുന്നവരോട് ഞാൻ കൈവീശിയിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. കാരണം ഇപ്പോ നമ്മുടെ ഗവർണർ ചെയ്യുന്ന പോലീസ് നടപടി ഉണ്ടാകുന്നതിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നുണ്ടെന്നേ. അതിന്റെ കൂടെ പാർട്ടി പോലീസ് നടപടിക്കാണ് പ്രശ്നം. അങ്ങ് പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ കണ്ടുവെന്ന്. മുഖ്യമന്ത്രി കാണാത്ത കാര്യം, മുഖ്യമന്ത്രി കടന്നു പോയതിനു ശേഷം നടന്ന അക്രമ സംഭവത്തെ പറ്റി ചോദിച്ചപ്പോ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ കയ്യിൽ FIR ഉണ്ട്, അതിലിട്ടിരിക്കുന്ന വകുപ്പുകളുണ്ട്. അതിൽ 307, 149, 324, 323 ഒക്കെ അടക്കം വകുപ്പുകളുണ്ട്. അപ്പോൾ അത് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് എടുത്തിരിക്കുന്ന FIR ആണ്. ക്രൈമിനെ പറ്റി മുഖ്യമന്ത്രി അറിഞ്ഞു പോകേണ്ടതാണ്. അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രക്ഷാപ്രവർത്തനമാണ്, ആ രീതി തുടരണം എന്ന് പറഞ്ഞിടത്താണ് അവിടം തൊട്ട് ഇവിടം വരെ ഡിവൈഎഫ്ഐക്കാർ നിരന്നു തല്ലിയത്. ഞാൻ പറഞ്ഞല്ലോ, മാധു എത്രമാത്രം പൊലിപ്പിച്ച് പറഞ്ഞാലും മാതൃഭൂമി വാർത്ത മാത്രം ഫോളോ ചെയ്യുന്ന പ്രേക്ഷകർക്ക് പോലും ബോധ്യമുണ്ട്, അങ്ങനെ ഈ 12 ജില്ലയിലും നിന്നുള്ള തല്ലൽ ഉണ്ടായിട്ടില്ല, സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. 2-3 ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കണ്ണൂരുണ്ടായി, അത് കഴിഞ്ഞ് പിന്നെ എറണാകുളത്താണ് ഉണ്ടായത് എന്ന് ഞാൻ സമ്മതിച്ചു തരാമെന്നേ. എവിടെയെങ്കിലും ഉണ്ടായാൽ അത് തള്ളി പറയാൻ പറ്റുമോ? പിന്നെ എറണാകുളത്ത്, അവിടെ നിന്ന് ഇങ്ങോട്ട് തൊടുപുഴയിൽ, അവിടെ നിന്ന് ആലപ്പുഴയിൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് പത്തനംതിട്ടയിലൊക്കെ ഉണ്ടായല്ലോ. അതൊന്നും തല്ലല്ലേ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് മാറ്റി പറയല്ല. ആദ്യത്തെ വാചകം നിങ്ങൾ പറഞ്ഞത് നിറഞ്ഞു നിന്ന് തല്ലി എന്നാണ്. ഇപ്പൊ പറയുന്നു നിറഞ്ഞു നിന്ന് തല്ലിയിട്ടില്ല. കണ്ണൂര് കഴിഞ്ഞപ്പോൾ മാധു ഒരു കാര്യം ചെയ്യും, ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഇരുന്നിട്ട് പറഞ്ഞ വാചകങ്ങൾ ഒന്നുകൂടി റീപ്ലേ ചെയ്ത് നോക്ക്. നിറഞ്ഞു നിന്ന് തല്ലി എന്ന് ഇതിന്റെ തൊട്ട് മുമ്പ് താങ്കൾ പ്രയോഗിച്ചതാണ്. ശരി, ഈ 3-4 ജില്ലകളിൽ തല്ലിയില്ല എന്നും പറഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ വീട്ടിൽ പോയി നിന്ന് ആവർത്തിച്ച് കേട്ടോളാം. അങ്ങ് മറുപടി പറയൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് കരിങ്കൊടി പ്രകടനങ്ങളെയും പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, നിങ്ങൾ ആ കരിങ്കൊടി പ്രകടനം വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടലും അത് അക്രമോത്സവവുമാകുമ്പോൾ പോലീസ് നടപടി സ്വീകരിക്കും. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കരിങ്കൊടി പ്രകടനം നടത്തിയാൽ ഉടനെ പോലീസ് തല്ലും എന്ന് പറഞ്ഞിട്ടില്ല, പോലീസ് ബലം പ്രയോഗിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ആ കരിങ്കൊടിയുമായിട്ട് വരുന്നവർ അവര് വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക് ചാടുകയും അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ പോലീസ് നടപടി സ്വീകരിക്കേണ്ടി വരും. പക്ഷെ അതേസമയം നിങ്ങൾ ഒരു ഗവർണർ എന്താ ഇന്നിപ്പോ ഈ ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കാണിച്ചത് ഒരു ബാനർ പോലും കെട്ടാൻ പാടില്ല എന്നാ. ഒരു ബാനർ പോലും കെട്ടാൻ പാടില്ല എന്ന് അത് അഴിപ്പിക്കാൻ വേണ്ടി നടക്കുക. എന്നിട്ട് അദ്ദേഹം നേരിട്ട് പോലീസുകാരെയും കൂട്ടിയിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന സംഗതി. അത്രമാത്രം ഭീകരമായ നിലയിൽ പോവുക. എന്തുകൊണ്ടാ ഗവർണറും ഈ യുഡിഎഫിലെ കോൺഗ്രസിലെ ഒരു വിഭാഗവും ചേർന്ന് ഇങ്ങനെയെല്ലാം നടത്തുന്നത്? അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന സ്വീകാര്യത. ആ സ്വീകാര്യതയിലുള്ള നിരാശയാണ് ജോസഫ് സി മാത്യു ഇവിടെ പറഞ്ഞത്. ഈ നവകേരള സദസ്സ് പൊളിഞ്ഞുപോയി, ഒന്നും നടക്കുന്നില്ല, യൂസ്ലെസ് ആണ്. കാരണം ജോസഫ് സി മാത്യു ഒക്കെ കരുതി വെച്ച ഒരു ധാരണയുണ്ടായിരുന്നു, CPM ആകെ ഇതാ കേരളത്തിൽ പൊളിഞ്ഞു പോകാൻ പോകുന്നു, ഇടതുപക്ഷം കേരളത്തിൽ ദുർബലമാകാൻ പോകുന്നു. ഇത് മനോസ്വപ്നം കണ്ടവരാണവർ. അത് നടന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും കേരളത്തിലെ ഇടതുപക്ഷവും CPIM-ഉം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്നു. ആ സ്വീകാര്യത നവകേരള സദസ്സിലും കാണുന്നു. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും പോലും ആക്ഷേപിച്ചിട്ടും ജനങ്ങൾ ആ മുഖ്യമന്ത്രിയെ കാണാൻ ഒഴുകിയെത്തുന്നു. ഇങ്ങനെ വരുമ്പോഴുള്ള നിരാശയിൽ നിന്നുള്ള ജൽപ്പനങ്ങൾ മാത്രമാണ് ജോസഫ് സി മാത്യു ഒക്കെ ഇപ്പോ നവകേരള സദസ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഈ കരിങ്കൊടി പ്രയോഗവും അതുപോലെ തന്നെ സമരത്തിനെയും എല്ലാം ഇതാ കണ്ടില്ലേ, വലിയ ലാത്തി ഉപയോഗിച്ച് നേരിടുന്നു. നമ്മൾ ഈ കേരളത്തിൽ ഇവിടെ നേരത്തെ രാജു പി നായർ പറഞ്ഞു, ഞങ്ങളുടെ കരിങ്കൊടി സമരം ഞങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിക്കാറില്ല. പക്ഷെ ഈ കേരളത്തിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ കരിങ്കൊടി കാണിക്കും, മന്ത്രിമാരെ തടയും എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച് സമരം ചെയ്തു. അങ്ങനെ സമരം ചെയ്ത ആളുകളെ എന്താ ചെയ്തത്? വെടിവെച്ച് കൊല്ലുകയല്ലേ ചെയ്തത്. കാസർഗോട്ട് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊന്നു. കൂത്തുപറമ്പിൽ 5 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നു. മുൻകൂട്ടി പ്രഖ്യാപിച്ച് നടത്തിയ സമരമായിരുന്നു കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിലെ സമരം 2011 ഒക്ടോബറിൽ. അന്ന് പോലീസ് എന്താ ചെയ്തത്?
ആ സമരക്കാർക്ക് നേരെ വെടിയുതിർത്തു. ഇപ്പോഴും ഉണ്ടല്ലോ ദൃശ്യങ്ങൾ. രാധാകൃഷ്ണപിള്ള എന്ന് പറയുന്ന അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ നേരിട്ട് വെടിയുതിർക്കുക. നേരത്തെ പിന്നെ ഇദ്ദേഹം പറഞ്ഞ പിസ്റ്റൾ ഗൺ ഉപയോഗിച്ചിട്ട്, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പിസ്റ്റൾ ഗൺ ഉപയോഗിക്കുന്നില്ല, ലാത്തിയെ ഉപയോഗിക്കുന്നുള്ളൂ. ഇലക്ട്രിക് ബാറ്റൺ കൊണ്ടുവന്നതാരാ കേരളത്തിൽ സമരക്കാർക്ക് നേരെ? ആ ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ച് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ പ്രയോഗം നടത്തിയതാരാ? ഇങ്ങനെ തോക്കും വെടിയും ഇലക്ട്രിക് ബാറ്റണും സമരം ചെയ്യുന്ന, മുൻകൂട്ടി പ്രഖ്യാപിച്ച് സമരം ചെയ്തവർ 4-5 ആളുകൾ ഒളിച്ചിരുന്ന് ചാവേർ സ്ക്വാഡല്ല, നൂറുകണക്കിന് ആളുകൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച് നടത്തിയ സമര കേന്ദ്രങ്ങളിൽ എങ്ങനെയെല്ലാം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട്, തോക്കും വെടിയും ഇലക്ട്രിക് ബാറ്റണും എല്ലാം ഉപയോഗിച്ചിട്ട് വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും വെടിവെച്ചു കൊന്നവർ അവരാണോ എന്നിട്ട് പറയുന്നത്? ഇപ്പൊ എന്നിട്ട് ഗൺമാനെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ എന്താ ഗൺമാന്റെ റോളിനെ കുറിച്ച് പറഞ്ഞത്? നാൽപ്പാടി വാസു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊന്നിട്ടു. എങ്ങനെയാ വെടിവെച്ച് കൊന്നിട്ടത്? DCC പ്രസിഡന്റായ K. സുധാകരൻ അക്രമവിരുദ്ധ ജാഥ നടത്തുന്നയാൾ ആ ജാഥക്കിടയിൽ ഒരു കർഷക തൊഴിലാളിയെ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് വന്ന് പ്രസംഗിച്ചത് എന്താ? എന്റെ ഗൺമാന്റെ കയ്യിൽ തോക്ക് കൊടുത്തത് വെടിവെക്കാനാണ്, കാക്കയെ ഓടിക്കാനല്ല എന്നാണ്. എന്നിട്ട് നിങ്ങളാണോ ഇപ്പോ ഈ ഒരു ചൂരലോ അല്ലെങ്കിൽ ഒരു ലാത്തിയോ ഉപയോഗിച്ച് ഒരിറ്റ് ചോര വീഴ്ത്താതെ നടത്തുന്ന ഈ സുരക്ഷാ പ്രയോഗത്തെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള അനുഭവം. ഞാൻ വിചാരിക്കുന്നത് കൃത്യമായിട്ട് പ്രതിഷേധങ്ങളെ എങ്ങനെ നേരിട്ടു, എത്രമാത്രം രക്ഷാരൂക്ഷിതമായിരുന്നു അത് എന്ന്, ഗവൺമെന്റിന്റെ കയ്യിൽ തോക്കിരിക്കുന്നത് ഉമ്മ വെക്കാനല്ല വെടിവെക്കാനാണ് എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞതടക്കം കാര്യങ്ങൾ ശ്രീ VPP മുസ്തഫ പറയുന്ന ചരിത്രത്തിൽ നിന്നാണ്. ആ ചരിത്രത്തെ CPM അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ അത് നിങ്ങളുടെ കാലത്തുള്ളതാണ്. നിങ്ങൾക്കൊന്ന് വിമർശിക്കാനുള്ള ഞാൻ കേൾക്കുന്നില്ല. ശ്രീ VPP മുസ്തഫ സംസാരിക്കുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നില്ല. സമരം ചെയ്യാമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് അങ്ങേക്ക് കേൾക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇടപെടുന്നത് കേട്ടോ. അതുകൊണ്ടാണ്, അത് മാത്രമാണ്, അല്ലാതെ മ്യൂട്ട് ചെയ്യാൻ ഒരു നിലപാട് നമുക്കില്ല. അതുകൊണ്ടാണ് അങ്ങേക്ക് കേൾക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാകുന്നതുകൊണ്ടാണ് ശ്രീ VP മുസ്തഫ ഞാൻ ഇടപെടുന്നത്. ശ്രീ രാജു പിനാരൻ